ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് മൊഡ്യൂൾ 1 and 2 കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം അവിടെ അവസാനിച്ചു. മൊഡ്യൂൾ 3യിലേക്ക് കടക്കുമ്പോൾ അവിടെ പഠിക്കാനുള്ളത് ട്രീസ് ആൻഡ് ഗ്രാഫ് ആണ്. ട്രീസ് ഒരു ഹയറാർക്കിയാണ്, പാരന്റ്, ചൈൽഡ്, ദെൻ അതിന്റെ ചിൽഡ്രൻസ്, അങ്ങനെ പോകുന്ന ഒരു ഹയറാർക്കിയാണ് ട്രീയിൽ ഫോം ചെയ്തിരിക്കുന്നത്. ട്രീക്കകത്ത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള അൽഗോറിതംസ് അറൌണ്ട് ഒരു 6 അൽഗോറിതംസ് ട്രീക്കകത്ത് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3ക്കകത്ത് തന്നെ പ്രയോറിറ്റി ക്യൂ എന്ന ടോപ്പിക് കിടക്കും. സത്യത്തിൽ ഇത് മൊഡ്യൂൾ 2-നകത്ത് ക്യൂസ് എന്ന ടോപ്പിക്ക് പഠിക്കും. ക്യൂസിന്റെ തന്നെ വേരിയൻസ് ഉണ്ട്, അവിടെ പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് മൊഡ്യൂൾ 2 പഠിക്കുന്ന സമയത്ത് തന്നെ പ്രയോറിറ്റി ക്യൂ കൂടെ പഠിച്ചാൽ ഈസി ആയിരിക്കും. ട്രീ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനാണ് ഗ്രാഫ്. ഗ്രാഫ് സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. ആക്ച്വലി ഈ ഗ്രാഫ് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ഫേസ്ബുക്ക്, ഗൂഗിൾ ഒക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫ് ആക്ച്വലി നമ്മൾ പഠിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ ഗ്രാഫിന്റെ ആപ്ലിക്കേഷനാണ്. ഗ്രാഫിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത് ഗ്രാഫ് ട്രാവേഴ്സിലാണ്. അവിടെ BFS, BFS 2 അൽഗോരിതമാണ് മെയിൻലി പഠിക്കാനുള്ളത്.